ഫ്രണ്ട്സ്, വിജീസ് സമ്മർ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിന് അടുത്താണ്. അപ്പം ഇവിടെ ഇന്ന് വരാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ സംഭവം ചെയ്യാൻ വേണ്ടി വന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ബണ്ടിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കക്ക വാരുവാണ്. കക്ക പെറുക്കാൻ വന്നിരിക്കുന്നത്. കക്ക മുങ്ങിയെടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളിതിനെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഹോയ് ആ പോരും. ഇവിടുന്ന് വാരി നീ ഇവിടുന്ന് ഇളക്കിയത് കാരണം ഇഷ്ടം പോലെ ഉണ്ടോ? ഇല്ലേ, നീ കട്ട് ചെയ്താണോ എഡിറ്റ് ചെയ്യുമ്പോൾ? ഞാൻ കിടക്കണം വെള്ളത്തിലോട്ട്. അവിടെയല്ലേ ഒരു ഇളക്കിയത് കാരണം അവിടെ ഉണ്ട് കേട്ടോ. വൈകിട്ട് രണ്ട് കഴിയുമ്പോൾ കൂട്ടി വാങ്ങി തൊട്ട് തൊട്ട് നിലയില്ല. അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൽ വന്ന് കക്ക വരുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്കതിനെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഫ്രൈ ചെയ്യാം. അടിപൊളി സാധനം. പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ കൊമരോത്ത് പോയി വെജൊക്കെ ആയിട്ട് ഞങ്ങൾ കാര്യം ആണല്ലേ. ഒരു നമ്മുടെ അവിടെ ഇതല്ലേ നീളത്തിലുള്ള അത് നമ്മുടെ അവിടെ ഇപ്പൊ ഇല്ല. നമ്മളവിടെ ഇല്ലല്ലോ ഇപ്പൊ. നമ്മളവിടെ ഇപ്പൊ അതും ഇല്ല. ആ പടം കുറെ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. കാലങ്ങൾ പോയി, പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തെവിടെ. പ്രകൃതിയുടേതായ ഒരു സാധനമില്ല. വലയിട്ട പ്ലാസ്റ്റിക്, മീന് പകരം പ്ലാസ്റ്റിക്കാ കിട്ടും. അതെ അതെ അതെ. വെള്ളപ്പൊക്കം ഇല്ല, വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ഇതുപോലെ കേരളത്തിൽ ഇങ്ങനെ വലിയ വെള്ളപ്പൊക്കമൊന്നുമില്ല. വരും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നറിയോ? നമ്മളൊരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ മണ്ണിടണം. പകുതി മണ്ണിടുക. നിസ്സാര ഈ ബക്കറ്റിനകത്ത് പകുതി മണ്ണിട്ടിട്ട് പകുതി വെള്ളം ഒഴിക്കണം. അപ്പോൾ എത്രയും വെള്ളം അതിനകത്ത് കൊള്ളും?
അതിനകത്ത് ആ മണ്ണ് വലിക്കുന്ന വെള്ളം ഉണ്ടാവും, അല്ലാണ്ട് പിന്നെ വെള്ളം ഉണ്ടാവും. അങ്ങനെയല്ല അതിൻ്റെ ഉത്തരം. ആ. അപ്പം പകുതിയെ വെള്ളം കാണുമോ? വെള്ളം പകുതി, മണ്ണ് പകുതി. മണ്ണ് പകുതി. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ സകല പുഴകളുടെ അവസ്ഥ. കാരണം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, മണ്ണ് കൊണ്ട് നിറഞ്ഞു കിടക്കുക. അത് കോരി അത് കുഴി ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ വെള്ളപ്പൊക്കം നമുക്ക് പിടിച്ചു നിൽക്കുക. അത് കഴിഞ്ഞ് ഒറ്റ മഴ കഴിയുമ്പോഴത്തേക്കും ലെവലാകുക, വെള്ളം കരയിലേക്ക് ഇങ്ങ് പൊങ്ങുക. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. അതിനാരാ കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് കേസ് കിട്ടൊക്കെയുണ്ട്. അത് നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് ബുദ്ധിയുള്ളവർ പറയും അതിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കൊതുക മറ്റെന്നൊക്കെ പറഞ്ഞ് ഓരോ കേസ് കിട്ടൊക്കെ പറഞ്ഞ് തപ്പുന്ന പരിപാടികളൊക്കെയാണ്. സംഭവം ഇതാണ്, മണലും മറ്റേ അടുക്കുകളും വൃത്തിയാക്കുക, ആറിന് ആഴം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മണ്ണ് മാറ്റുന്ന കാര്യം ഇതൊക്കെ പറയത്തേ ഉള്ളൂ. അതിനൊക്കെ വേറെ കേസ് കെട്ടൊക്കെ ഉണ്ട്, അതൊക്കെ തപ്പിയെടുക്കുക. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അത് എന്തുകൊണ്ടാണ് അത് ആ വരുന്നെന്നുള്ളതൊക്കെ. അപ്പം പറഞ്ഞാൽ ശരിയാണ്, വെള്ളം ഇരിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ബക്കറ്റ് നിറയാറായി. ചെറുതും വലുതും എല്ലാം ഉള്ള കാരണേ ഇത് നിറയാൻ ഞാനൊരു വഴിക്കിറങ്ങിയതല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒറ്റ ബക്കറ്റ് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കക്കാവാരി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് നമുക്ക് ഇവനെ എങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നതെന്ന് കാണിക്കാം. ഇതിനെ പുഴുങ്ങി ഇതിൻ്റെ തൊണ്ടിൽ നിന്ന് ഇറച്ചിയെടുത്ത് നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്യുക കറിയൊക്കെ അതെന്താണ് ആ സമയത്ത് തീരുമാനിക്കുക എന്നാ ചെയ്യേണ്ടതെന്ന്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് നമ്മൾ കക്കാവാരി കക്ക എന്നതിൻ്റെ എന്താ പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പിന്നീട് കാണാം. കട്ട് ചെയ്യണത് ഓർത്ത് നമ്മൾ നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകണം, ചെളിയാക്കി കിടന്നല്ലേ. തീ പിടിപ്പിക്കുവാണേ. നമ്മൾ അടുപ്പയിലോട്ട് നോക്കുക. വെള്ളം തിളച്ച് വരുന്ന ചൂടായി. പിള്ളേരെല്ലാം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പിള്ളേരാണ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം കൂട്ടമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉള്ളിയും ഒക്കെ ഇഞ്ചിയൊക്കെ അവരാണ് നമുക്ക് പൊളിച്ച് തരുന്നത്. ഇവിടെ ഒരാളിരിപ്പുണ്ട്.
പയർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കക്കായൊക്കെ നല്ലപോലെ പൊട്ടാൻ തുടങ്ങി. തോട് പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഞാൻ അടിയാ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കക്കാത്തോട് പൊട്ടി നമ്മളത് എടുക്കുവാണ്, ഇറച്ചി എടുക്കുവാണ് കേട്ടോ. ഓരോ തോടേന്ന് ഇറച്ചി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈസി ആയിട്ട് ഇങ്ങനെ പോരും. പാത്രം വേറെ ഒന്നും കൊണ്ടുവരാൻ പാത്രം വേണ്ട. ഒരു പഴചാക്കനകത്തോട്ട് ഇടുന്നത് കയ്യിലെ നമ്മൾ മാന്തി മാന്തി മണലല്ലേ. ഇത്രയും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു കിലോയ്ക്ക് ഇപ്പോൾ പിള്ളേരൊക്കെ നല്ലപോലെ സഹകരിക്കുന്നുണ്ട് നമ്മളോട് കേട്ടോ. എല്ലാ പിള്ളേരും സഹകരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പ്, വെട്ടം പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ അടുപ്പൊക്കെ കയറ്റണം. അതിനുള്ള പരിപാടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇത്തിരി വൈകിട്ട് പോയി. എന്തായാലും നമുക്ക് എത്ര ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. മായമില്ലാത്ത സാധനമാണ്. നമ്മൾ നേരിട്ട് നമ്മൾ മുങ്ങിയെടുത്തൊരു സാധനമാണ്. അപ്പോൾ അത് പിള്ളേർക്കെല്ലാം കൂടെ നമ്മൾ ഇതിനെ കുക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിത് കഴുകി മണ്ണൊക്കെ കളഞ്ഞ്, ഒത്തിരി മണ്ണൊക്കെ ഉണ്ട്, അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ 1-2 പ്രാവശ്യം കഴുകി. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കഴുകിയേക്കാന്ന് വിചാരിച്ചു. ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്കിത് അടുപ്പേ വെക്കണം. അടുപ്പേ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കാരണം ചെറിയ പാത്രത്തിൽ വെച്ച് ചെയ്താൽ പോരെ. അപ്പോൾ അത് അകത്ത് വെച്ച് നമ്മൾ ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിക്കുന്ന അകത്ത് വെച്ച്. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കളയണം. അപ്പോൾ അതിന് നമ്മളകത്ത് ഇത് വെക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറക്കി കളയണമെന്ന് അമ്മ പറയുന്നത്. ഇതിനകത്തുനിന്ന് ചുണ്ണാമ്പ് വെള്ളം കളയണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുപ്പേ വെച്ച് ഒന്ന് വേവിക്കുക. അടുപ്പ് വെക്കുമ്പോണേ കട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഈ അരപ്പൊക്കെ ഒന്ന് വഴറ്റണം. ഇരുട്ടാൻ തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ചെയ്യാൻ പോവാണ്. വെട്ടമുണ്ടോ എന്ന് അറിയത്തില്ല. അല്ല പിന്നെ നമ്മൾ ഇവിടെ ലൈറ്റ് നമുക്ക് സെറ്റാക്കേണ്ടി വരും. എണ്ണ ഒഴിക്കണേ. ഓക്കെ, കാണോ? നമ്മളെ കടുക് ഇടുവാണേ. അപ്പോൾ സംഭവം രാത്രിയായിപ്പോയി. അപ്പം പിള്ളേരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുക്കുക. തീ ഇച്ചിരി കൂടുതലാണ്, അതാണ് ഇപ്പോൾ തീ കയറിയ കുഴപ്പമില്ല. ഓക്കെ, കൂടി ചെയ്യുക. അപ്പോൾ രാത്രിയായി പോയി, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പണി അങ്ങ് നിർത്തുന്നില്ല. കാരണം പിള്ളേരെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ മുന്നോട്ടങ്ങ് പോവുക. ഓക്കെ, ഗരം മസാല ഇടുവാണേ. പ്രത്യേക അളക്കളൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, ചുമന്നുള്ളി അതിന്റെ രണ്ടുപേരും കൂടെ പോകുന്നു, അവരെ കൂടെ എടുക്കും. നമ്മൾ എടുത്തില്ലല്ലോ. കുരുമുളക് അല്ല, മുളക് പൊടി ഇടുവാണേ. പിരിയമ്പുളക് പൊടിയാണ് നമ്മൾ എരിവില്ലാത്ത സ്ഥലം ഇട്ടേക്കുക. മല്ലിപ്പൊടി ഇടുവാണേ. ഓക്കെ, അപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് കക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കായാണ്. അപ്പം അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുക. കക്ക ഇടുവാണേ. വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയാണ്. ഇനി ഇതിനകത്ത് കിടന്ന് ഒലന്ന് നല്ല സെറ്റാക്കണം. ഓക്കെ, വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന സാധനമാണ്. കുറച്ച് മതി, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മളിതെല്ലാം ഒന്ന് തട്ടിപ്പിട്ട് വെക്കുവാണ്. ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാകും. നമ്മൾ പെരിഞ്ചീരകമാണ്, ശകലം പൊടിച്ചതാണ്, ശകലം ഇട്ട് കൊടുക്കണേ. ഓക്കെ, ഇത്ര മതി. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ഒലന്നിട്ടുണ്ട്. ചിലരുടെ കറുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം പോകുന്ന കാരണം കൊണ്ട് നമ്മൾ നിർത്താനുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തത്. ഇടാ. അപ്പോൾ നമ്മൾ ഇതുമാതിരി ഒലത്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ ചിലവിടെ കറുപ്പിക്കണമെന്ന് സമയമില്ല. നമ്മൾ പിള്ളേരൊക്കെ വീട്ടിൽ പോകേണ്ടതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ അത്യാവശ്യം പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് നമുക്ക്